കൊമേഴ്സ് സ്റ്റുഡൻസിന് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എക്സാമിന് ബാലൻസ് ഷീറ്റ് ഒന്ന് ടാലി ആയി കാണാന്ന് പറയുന്നത്. ബാലൻസ് ഷീറ്റ് ടാലി ആവുക എന്ന് പറയുന്നത് കൊണ്ട് അത് കറക്റ്റ് ആകണമെന്നില്ല, പക്ഷെ എന്നാലും രണ്ട് സൈഡും ഈക്വലായിട്ട് കാണുമ്പോൾ ഒരു സന്തോഷം. പക്ഷേ നമ്മൾ പഠിക്കുന്ന സമയത്ത് കാണാത്ത ചില അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഹാപ്പനിങ്സ് ബാലൻസ് ഷീറ്റിൽ സംഭവിക്കാറുണ്ട്. അത് ഏതാണെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ? ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ സംബന്ധിക്കുന്ന ഒരു കാര്യമാണ്. സോ വെൽക്കം ടു എൻട്രി കൊമേഴ്സ്. എന്താണ് ബാലൻസ് ഷീറ്റിലെ അവിചാരിതമായി സംഭവിക്കുന്ന അത്തരം ട്രാൻസാക്ഷൻസ്? നമുക്കറിയാം, ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ സംബന്ധിച്ച് അസറ്റ് ആണ്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയബിലിറ്റി ആണ്. അതാത് സ്ഥലങ്ങളിൽ നമ്മളത് കാണിക്കും. പക്ഷേ ചില സമയങ്ങളിൽ ഡെറ്റർ ലയബിലിറ്റി ആയിട്ടും ക്രെഡിറ്റർ അസറ്റ് ആയിട്ടും ഒക്കെ വരാറുണ്ട്. അത് ഏത് ട്രാൻസാക്ഷനിലായിരിക്കും? ഇപ്പം നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ, കൺസിഡർ ABC ലിമിറ്റഡ് എ കസ്റ്റമർ ഹു ഓവ്സ് കമ്പനി 1 lakh. ഒരു കസ്റ്റമർ കമ്പനിക്ക് 1 ലക്ഷം രൂപ തരാനുണ്ട്. എന്നാൽ അയാൾ നമുക്ക് തരുന്നത് 1,20,000 രൂപയാണെങ്കിൽ 20,000 അതൊരു ഭാവി പർച്ചേസ്, കമ്പനിയുമായിട്ടുള്ള ലോങ് ടേം റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ഡീലർ ആണെന്നുണ്ടെങ്കിൽ ഭാവിയിലേക്കും കൂടിയുള്ള ഒരു അഡ്വാൻസ് പേയ്മെന്റ് എന്ന രീതിയിലായിരിക്കാം ഈ പറയുന്ന 1,20,000 നമുക്ക് തരുന്നത്. അപ്പോൾ 1 ലക്ഷം രൂപ കഴിഞ്ഞാൽ ബാക്കി 20,000 ഉണ്ട്. ഇദ്ദേഹം ഒരു ഡെറ്റർ ആണ്. ഡെറ്റർ ആയിരിക്കെ തന്നെയാണ് ഈ പറയുന്ന എക്സ്ട്രാ എമൗണ്ട് നമുക്ക് പേ ചെയ്യുന്നത്. ഈ 20,000 നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യും? അവിടെയാണ് നേരത്തെ പറഞ്ഞ സംഭവം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇതിനെ നമ്മൾ ഒരു അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഡെറ്റർ 20,000 ഒരു ഫ്യൂച്ചർ പർച്ചേസിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുന്നു. അപ്പം അങ്ങനെ അഡ്വാൻസ് പേ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവർ ഭാവിയിൽ ഒരു ഗുഡ്സോ അല്ലെങ്കിൽ സർവീസോ നമ്മുടെ കയ്യിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ എഫക്റ്റിൽ അവർ നമ്മളുടെ ഒരു ക്രെഡിറ്റർ ആയിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഈ കേസിൽ ഡെറ്ററെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ അല്ലെങ്കിൽ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നത്. കാരണം കമ്പനി അവർക്കൊരു പ്രൊഡക്റ്റോ സർവീസോ കൊടുക്കാൻ അവരുടെ കയ്യിൽ നിന്നും നമ്മളൊരു അഡ്വാൻസ് പേയ്മെന്റ് റിസീവ് ചെയ്തു. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനിൽ ABC ലിമിറ്റഡ് എന്ന് പറയുന്നത് ഡെറ്റർ അക്കൗണ്ട് ആയിട്ടാണ് ഓപ്പൺ ചെയ്തതെങ്കിലും ബാലൻസ് ഷീറ്റിൽ ഇങ്ങനെ ഒരു അഡ്വാൻസ് പേയ്മെന്റ് നമ്മൾ റിസീവ് ചെയ്തത് കൊണ്ട് അവരെ നമ്മൾ ലയബിലിറ്റി സൈഡിൽ ക്രെഡിറ്റർ ആയിട്ട് കാണിക്കും. ഇനി രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഏതെങ്കിലും സമയത്ത് ഒരു സപ്ലയർക്ക് നമ്മളൊരു ഓവർ പേയ്മെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഈ രീതിയിലുള്ളൊരു ട്രാൻസാക്ഷൻ എഫക്റ്റ് ആണ് സംഭവിക്കുന്നത്. XYZ ലിമിറ്റഡ് അത് നമ്മുടെ കമ്പനിയുടെ ഒരു സപ്ലയർ ആണെന്നുണ്ടെങ്കിൽ 50,000 ആണ് നമ്മൾ അവർക്ക് കൊടുക്കാനുള്ള ഡ്യൂ എമൗണ്ട്. പക്ഷേ കമ്പനി 70,000 ആണ് അവർക്ക് പേ ചെയ്യുന്നതെങ്കിൽ അവിടെയും 20,000 ആണ് കമ്പനി എക്സ്ട്രാ പേ ചെയ്യുന്നത്. ആ പേ ചെയ്യുന്നത് നമ്മൾ അവർക്ക് കൊടുക്കുന്നൊരു അഡ്വാൻസ് പേയ്മെന്റ് ആണ്. സോ ഇവിടെ XYZ എന്ന് പറയുന്ന കമ്പനിയെ നമ്മൾ പ്രീവിയസ്ലി ക്രെഡിറ്റർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം അങ്ങോട്ട് കൊടുക്കാനുണ്ടായിരുന്നു. പക്ഷെ കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്ട്രാ കൊടുത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ അവർ നമ്മുടെ അക്കൗണ്ടിൽ ഒരു ഡെറ്റർ ആണ്. കാരണം നമ്മൾ കൊടുത്ത അഡ്വാൻസ് പേയ്മെന്റിന് അവർ ഭാവിയിൽ നമുക്ക് എന്തോ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് തരാനുണ്ട്. നമ്മൾ കൊടുക്കുന്ന അഡ്വാൻസ് പേയ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന ക്രെഡിറ്റർ അക്കൗണ്ടിന് ഇപ്പോൾ ഒരു ഡെറ്റർ സ്റ്റാറ്റസ് ആണ് വരുന്നത്. അതുകൊണ്ട് ബാലൻസ് ഷീറ്റിൽ അവരെ നമ്മളൊരു ഡെറ്റർ ആയിട്ട് ഒരു അസറ്റ് ആയിട്ട് കാണിക്കും. ബിക്കോസ് അതൊരു അഡ്വാൻസ് പേയ്മെന്റ് ആണ്. അപ്പൊ ഈ രീതിയിൽ പലപ്പോഴും ചില ബാലൻസ് ഷീറ്റുകളിലൊക്കെ നമ്മൾ പ്രീവിയസ്ലി ഡെറ്റർ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു അക്കൗണ്ടിനെ ക്രെഡിറ്റർ ആയിട്ട് കാണുമ്പോൾ ഇനി ഇങ്ങനെ വേണം മനസ്സിലാക്കാനായിട്ട്. അതുപോലെ തന്നെ ഒരു പ്രീവിയസ് ക്രെഡിറ്ററെ നമ്മൾ ഡെറ്റർ ആയിട്ടോ അല്ലെങ്കിൽ പ്രീവിയസ് ഡെറ്ററെ നമ്മൾ ക്രെഡിറ്റർ ആയിട്ടോ കാണിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ എഫക്റ്റ് ആയിരിക്കും സംഭവിക്കുന്നുണ്ടാവുക. അപ്പൊ ഇവിടെ നമുക്ക് പലപ്പോഴും കുട്ടികൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, അങ്ങനെയാണെങ്കിലും നമ്മൾ ആ പ്രീവിയസ് എമൗണ്ടിന്റെ ട്രാൻസാക്ഷൻ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പുതിയൊരു ട്രാൻസാക്ഷൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടെ ഈ അഡ്വാൻസ് പേയ്മെന്റ് എന്നുള്ളത്? ശരിക്കും പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ടൻസിയിൽ ഒരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു ഏജൻസി അല്ലെങ്കിൽ ഒരു ടീമിന് ഒരു അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ബാക്കി വരുന്ന എല്ലാ കണക്റ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസും ആ അക്കൗണ്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. ഈ പറയുന്ന കണ്ടിന്യൂവിറ്റി നമ്മുടെ കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളുമായിട്ടൊക്കെ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ബ്രേക്ക് കൊടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ആ ഒരു ആളുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് വീഡിയോസിന് വേണ്ടിയിട്ട് എൻട്രി കൊമേഴ്സിന്റെ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്